വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ബ്ലെൻഡേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് സൈസ് ആൻഡ് ഷേപ്പിലുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് അവൈലബിൾ ആണ്. ഓരോ ബ്യൂട്ടി ബ്ലെൻഡേഴ്സും അതിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഷേപ്സ് കൊണ്ട് എന്തൊക്കെയാണ് യൂസ്, അതുപോലെ തന്നെ ഏതൊക്കെ സൈസിലാണുള്ളത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ ടിയർ ഡക്റ്റ് ബ്യൂട്ടി ബ്ലെൻഡറിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ് മോസ്റ്റ് കോമൺലി നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടിയർ ഡക്റ്റ് ഷേപ്പിലുള്ള ബ്യൂട്ടി ബ്ലെൻഡർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മോസ്റ്റ് കോമൺലി നമുക്ക് വരുന്ന ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ലിക്വിഡ് പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി ബ്ലെൻഡറാണ് ഈ ഒരു ഷേപ്പിലുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. ഈ ഒരു ഷേപ്പിന് വന്നിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റഡ് ടിപ്പ്, അതുപോലെ ഈ ഒരു കർവ്ഡ് പാർട്ട്, പിന്നെ ഫ്ലാറ്റ് റൗണ്ട് ബേസ്. അപ്പോൾ ഈ ഒരു പോയിന്റഡ് ടിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഷേപ്പാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഹാർഡ് ടു റീച്ച് ഏരിയാസ്, അതായത് നമ്മുടെ നോസിൻ്റെ ഈ ഒരു വിങ്സ്, അതുപോലെ തന്നെ ഐ കോർണർ, അവിടെയൊക്കെ തന്നെ പ്രോഡക്റ്റ് കൊണ്ടുപോയി കറക്റ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പോയിന്റഡ് ടിപ്പ് ഏരിയ. നേരെ മറിച്ച് ഈ ഒരു കർവ്ഡ് ഏരിയ വന്നിട്ട് ലാർജർ ഏരിയ, നമ്മുടെ ചീക്സ് പോലുള്ള ലാർജർ ഏരിയയിലേക്ക് പ്രോഡക്റ്റ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കർവ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഫ്ലാറ്റ് റൗണ്ട് ബേസ് വന്നിട്ട് നമ്മുടെ ചിൻ, അതുപോലെ ഫോർഹെഡിലൊക്കെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഷേപ്പ്. ഇനി നമുക്ക് അടുത്ത ഷേപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്ത ടൈപ്പ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറഞ്ഞത് പിയർ ഷേപ്പിലുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ബ്യൂട്ടി ബ്ലെൻഡർ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഇമേജ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ കിട്ടും. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ഇങ്ങനെ മിഡിൽ ഒരു ഇൻവേർഡ് കേർവ് പോലെ ആ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു അകത്തേക്ക് വളഞ്ഞിട്ടുള്ളൊരു കേർവ്ഡ് ഏരിയ ആയിരിക്കും ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രിപ്പ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ ഒരു പെയർ ഷേപ്പിലുള്ള ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വന്നിട്ട് നമുക്ക് ക്രീം പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ടാണ് അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രീം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രീം പ്രോഡക്റ്റിനെയൊക്കെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനും നല്ലൊരു പ്രിസൈസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും പ്യുർ ഷേപ്പ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഹെൽപ്ഫുൾ ആണ്. അടുത്ത ഷേപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ സ്പേഡ് ഷേപ്ഡ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. അതിൻ്റെ ഇമേജ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് എൻഡഡ് ബ്യൂട്ടി ബ്ലെൻഡർ വിത്ത് എ സൂപ്പർ പോയിന്റഡ് ടിപ്പ്, നല്ല രീതിയിൽ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് എൻഡുമാണ് ഈ ഒരു ഷേപ്പ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സിന് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൗഡർ പ്രോഡക്റ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് സെറ്റിംഗ് പൗഡർ, ബ്ലഷ്, ഇതുപോലെയുള്ള പൗഡറി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഈ സ്പേഡ് ഷേപ്ഡ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് എൻഡ് യൂസ് ചെയ്ത് നമുക്ക് പൗഡർ പ്രോഡക്ട്സ് ഒക്കെ ബേക്കിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ അണ്ടർ ഐസിലൊക്കെ ഒന്ന് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫ്ലാറ്റ് എൻഡ് യൂസ് ചെയ്യും. അതുപോലെ അതിൻ്റെ ആ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബേക്ക്ഡ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വൈപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അടുത്ത ഷേപ്പ് വന്നിട്ട് ഫ്ലാറ്റ് എൻഡഡ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു എക്സാക്ട് ഇമേജ് വന്നിട്ട് ഞാനിവിടെ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ഇമേജ്. പോയിന്റഡ് ടിപ്പ്, വൺ സൈഡ് ഫ്ലാറ്റും അതുപോലെ തന്നെ താഴെ വന്നിട്ട് റൗണ്ടഡ് എഡ്ജും ആയിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് പോയിന്റഡ് ടിപ്പല്ല, ഇവിടെയും ഫ്ലാറ്റ്, അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഫ്ലാറ്റ് ആയിട്ടും താഴെ വന്നിട്ട് റൗണ്ട് എഡ്ജും ആണ് എൻ്റെ അടുത്തുള്ള ഈ ഒരു ഫ്ലാറ്റ് ഷേപ്ഡ് ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരെണ്ണം എൻ്റെ അടുത്തുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് എൻഡഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് വന്നിട്ട് കണ്ടോ, ഫുള്ളി ഈ ഒരു സൈഡ് ഫ്ലാറ്റും ഈ ഒരു സൈഡ് പോയിന്റഡും ആണ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഫ്ലാറ്റ് എൻഡഡും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് എൻഡഡ് തന്നെ പല ഷേപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒറിജിനൽ ഒരു ഫ്ലാറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഇതാണ്. അപ്പോൾ ഫ്ലാറ്റ് എൻഡ് തന്നെ നമുക്ക് ഈ രീതിയിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വന്നിട്ട് പൗഡർ പ്രോഡക്ട്സിനും ലിക്വിഡ് പ്രോഡക്ട്സിനും ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ട്, ഒരുപോലെ നമുക്ക് ആപ്ലിക്കേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ് ഈ ഫ്ലാറ്റ് എൻഡഡ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. ഇതിൻ്റെ ഈ ഒരു ഫ്ലാറ്റ് സൈഡ് കൊണ്ട് നമുക്ക് കൺസീൽ, കോണ്ടൂർ പോലുള്ള പ്രോസസ്സ് ചെയ്യാനും റൗണ്ട് എഡ്ജ് കൊണ്ട് നമുക്ക് ബ്ലെൻഡിങ് പോലുള്ള പ്രോസസ്സ് ചെയ്യാനും ഒരുപോലെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത ബ്യൂട്ടി ബ്ലെൻഡർ. ഇനി നമുക്ക് നെക്സ്റ്റ് ഷേപ്പ് ഏതാണെന്ന് നോക്കാം. അടുത്ത ഷേപ്പ് വന്നിട്ട് സ്കൾപ്റ്റർ ഷേപ്ഡ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ. ഇത് വന്നിട്ട് ഒരു ഓവൽ ഷേപ്ഡ് വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ് കൈൻഡ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ബേസ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ കോൺടൂർ, ഹൈലൈറ്റിംഗ് പോലെയുള്ള പ്രോസസ്സിനും നമുക്ക് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ചീക്ക് ബോൺസ്, ജോ ലൈനൊക്കെ നല്ല രീതിയിൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് സ്കൾപ്റ്റ് ചെയ്ത് ആ ഒരു സ്കൾപ്റ്റിങ്, അതായത് നമ്മുടെ ചീക്ക് ബോൺസിൻ്റെയും ജോ ലൈൻസിൻ്റെയൊക്കെ ഒരു സ്കൾപ്റ്റിംഗ് കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഹെൽപ്ഫുൾ ആണ്. ഇനി അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് മൈക്രോ അല്ലെങ്കിൽ മിനി ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. ആദ്യം കാണിച്ച ആ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു കുഞ്ഞു വെർഷനാണ് ഈ ഒരു മിനി ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുന്നത്.
ഈ ഒരു മിനി ബ്ലെൻഡർ വന്നിട്ട് ഡീറ്റെയിൽഡ് പ്രോഡക്റ്റ് ആപ്ലിക്കേഷന് ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മുടെ ഐ ഷാഡോ അതുപോലെ തന്നെ കളർ കറക്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മിനി ബ്യൂട്ടി ബ്ലെൻഡർ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് സ്പോട്ട് കവറേജിനും യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്പോട്ടിൽ നമുക്ക് അവിടെ മാത്രം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈ ഒരു മിനി ബ്യൂട്ടി ബ്ലെൻഡർ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ലാർജർ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റില്ല, ഇങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മിനി ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ഏതൊരു സ്പോട്ടിലേക്കാണോ നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമുക്കത് അവിടെ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പൊതുവായിട്ട് നമ്മൾ ഈ മിനി ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്ത് വരുന്നത് അണ്ടർ ഐ ഏരിയയിലേക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനാണ്. കാരണം ആ ഒരു മിനി ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് അണ്ടർ ഐയിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മോസ്റ്റ് കോമൺലി മേക്കപ്പിൽ യൂസ് ചെയ്ത് വരുന്ന പല ടൈപ്സ് ഓഫ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.